അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 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 സംഭാഷണം നടത്തുക എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് എന്നോട് ആദ്യം ആവശ്യപ്പെട്ടത് അമേരിക്കൻ കോണ്ടെക്സ്റ്റിനെ കുറിച്ച് മാത്രം ഒന്ന് സംസാരിക്കാനായിരുന്നു. അമേരിക്കയിലെ ഉപരിപഠന സാധ്യതകളെ കുറിച്ച് മാത്രം സംസാരിക്കാനായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി ഇപ്പോ ഞാൻ കാര്യമായി ഫോക്കസ് ചെയ്യുന്ന ഒരു മേഖലയാണ് PhD എന്ന് പറയുന്നത്. ഇപ്പോൾ കൂടുതൽ ആളുകളും എഡ്യൂക്കേഷന് വേണ്ടി പുറത്തു പോകുന്നത് PG ഡിഗ്രി ലെവലിലാണല്ലോ. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടുതലും PhD-യുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാടെന്ന് പറയുന്നില്ല, കുറെ കാര്യങ്ങൾ ചെയ്ത സമയത്തുള്ള, പല രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സമയത്തുള്ള കുറെ അനുഭവങ്ങൾ, പിന്നെ അതുപോലെ നമ്മുടെ തന്നെ സർക്കിളിൽപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കളിൽ നിന്ന് മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ. അപ്പം ഇതെല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്പർ 1 എനിക്ക് പറയാനുള്ളത്, PhD എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു സർക്കിളിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ലെക്ചറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ബുള്ളറ്റ് പോയിന്റ് വൈസ് കാര്യങ്ങൾ തരാൻ യൂട്യൂബിലൊക്കെ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എനിക്ക് തോന്നുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, PhD എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് നമ്മളെ മനസ്സ്, നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ, നമ്മുടെ ഒരു സർക്കിളിലുള്ള ആളുകളുടെ മൈൻഡ് ഇപ്പൊ പതിയെ പതിയെ മാറിക്കൊണ്ടിരിക്കുകയാണ്, വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ എത്തിയിരിക്കുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് ഡിഗ്രി, PG, അത് തന്നെ പലതരം കോഴ്സുകൾ ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ PhD എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഒരു തൊടാത്തൊരു മേഖലയാണ്. PhD അതുപോലെ വിദേശ പഠനം എന്ന് പറയുന്നതൊക്കെ നമ്മൾ പലപ്പോഴും തൊടാത്തൊരു കാര്യമാണ്. അതിനുള്ള പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ ഒരു കാരണം, ഇതൊരു ഭയങ്കര സാമ്പത്തികമായി ഭയങ്കര ബാധ്യത വരുത്തി വെക്കുന്ന ഒരു കാര്യമാണെന്നുള്ള ഒരു ധാരണ നമ്മൾ പലർക്കും ഉണ്ട്. ഇത് ഭാഗികമായി ശരിയാണ്. ഇപ്പൊ ഒരു PG കോഴ്സ് ഒക്കെ ഓസ്ട്രേലിയയിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ ചെയ്യുമ്പോഴേക്കും വരുന്ന ചെലവുകൾ 40 ലക്ഷം 50 ലക്ഷം ഒക്കെയാണ്. അപ്പം ഇതൊരു കാരണമാണ് നമുക്കുണ്ടാവുന്ന ഒരു ഭയത്തിനുള്ള ഒരു കാരണം, ഇത് താങ്ങാൻ പറ്റാത്തതാണെന്നുള്ള ഭയത്തിനുള്ള ഒരു കാരണം. രണ്ടാമത്തത്, PhD എന്ന് പറയുന്നത് വീണ്ടും പഠിക്കാൻ പോവുകയോ എന്നുള്ളൊരു ചോദ്യമാണ്. നമ്മൾ ഒരു ഡിഗ്രി ഒക്കെ കഴിയുമ്പോഴേക്ക് തന്നെ ഒരാളുടെ വയസ്സ് 23 24 ഒക്കെ ആവും. അപ്പം അതിനുശേഷം വീണ്ടും പഠിക്കാൻ പോയി, 24 വയസ്സ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പഠിക്കാൻ പോവുകയെ, 5 വർഷം 6 വർഷമൊക്കെ വീണ്ടും പഠിക്കാൻ പോവുക എന്നുള്ള ഒരു ആശങ്കയാണ് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉള്ളത്. അതും ഭാഗികമായി പ്രസക്തമായ ഒരു ആശങ്ക തന്നെയാണ്. അപ്പം ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറില്ല, PhD-യിലേക്ക് കടന്നു വെക്കാറില്ല. വിദേശ യൂണിവേഴ്സിറ്റികളിലുള്ള PhD എന്ന് പറയുന്നത്, ഗ്ലോബലി തന്നെ ടോപ്പായിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ, നമ്മൾ മനസ്സിൽ നമ്മൾ വെക്കുന്ന, നമുക്ക് തന്നെ വെക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പോൾ അത് പ്രകാരം നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, നമ്മളൊന്നും അതിന് പ്രാപ്തരല്ല. നമുക്ക് പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് പറഞ്ഞാൽ, ഒരു മാക്സിമം ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാവാനോ, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളേജോ മറ്റേതെങ്കിലും നാട്ടിൽ തന്നെയുള്ള ഒരു ഗവൺമെന്റ് ജോലി, ഇതൊക്കെയാണ് നമ്മൾ വെച്ചിരിക്കുന്ന ഒരു പരമാവധി ലിമിറ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു സീലിംഗ് അതാണ്. ഒരു IAS കാരനാവാന്നൊക്കെ പറയുന്നതാണ് നമ്മുടെ ഒരു സീലിംഗിന്റെ പരമാവധി എന്ന് പറഞ്ഞാൽ. IAS കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറം ഒന്നുമില്ല. അതാണ് നമ്മൾ വെച്ചിരിക്കുന്ന ഒരു ലിമിറ്റിന്റെ പരിധി എന്ന് പറയുന്നത്. അപ്പോൾ ഫോറിൻ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ ലിമിറ്റിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ തന്നെ ചിന്തിക്കാൻ പറ്റണം. അപ്പൊ ഞാൻ വ്യക്തിപരമായി പറഞ്ഞാൽ, ഞാനും അത്തരം ഒരു നമ്മുടെ സമൂഹത്തിൽ നിന്ന് വരുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഒരു അപകർഷകത്വ ബോധത്തിന്റെ ഒരു യൂണിവേഴ്സിറ്റിയിലേക്കും അപേക്ഷിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ കോൾ ലെറ്റർ വരുന്ന സമയത്താണ് മനസ്സിലാക്കുന്നത് ഇതെന്തല്ല, നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ അത്ര ഡിഫിക്കൽട്ട് ആയ ഒരു കാര്യമല്ല. അപ്പോൾ എനിക്ക് ഇവിടെയുള്ള എല്ലാവരോടും പറയാനുള്ളത്, ഇത് നമ്മൾ വെറുതെ വന്നു കേട്ടു പോവുക എന്നുള്ളതിലുപരിയായിട്ട് ഇതൊക്കെ സാധ്യമാണ്, നടക്കുന്ന കാര്യങ്ങളാണ് എന്ന് നമ്മൾ തന്നെ ബോധ്യപ്പെടുത്തണം. ഒരുപക്ഷെ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിലും ചിലപ്പോൾ നമ്മുടെ ഒരു സർക്കിളിലുള്ള, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളെന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളായിരിക്കും, ഒരുപാട് ആളുകളെ സ്വാധീനിക്കുന്ന ആളുകളായിരിക്കും ഇവിടെ ഇരിക്കുന്ന ആളുകൾ. അപ്പോൾ അവരിലേക്ക് നമുക്ക് ഈ ഒരു മെസ്സേജ് എത്തിക്കാൻ നമുക്ക് പറ്റണം. ഓക്കെ, അതാണ് എൻ്റെ ഒരു ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ വിഷയം, PhD എന്ന് പറയുമ്പോൾ PhD നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇന്നുള്ള പല PhD-കളും ദേ ആർ കോൾഡ് സബ്സ്റ്റാൻഡേർഡ് PhDs. ഇപ്പോൾ നിങ്ങൾ എനിക്ക് 3 ലക്ഷം രൂപ തരികയാണെങ്കിൽ 3 ലക്ഷം രൂപക്ക് നിങ്ങൾ ആകെ ചെയ്യേണ്ടത് 15 ദിവസത്തെ 20 ദിവസത്തെ അധ്വാനാണ്. അപ്പോൾ ഇന്ത്യയിലുള്ള പല യൂണിവേഴ്സിറ്റികളുണ്ട്. ഒരു 2.5 ലക്ഷമോ 3 ലക്ഷമോ അവർക്ക് ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യമായ അധ്വാനമൊന്നും ഇല്ലാതെ നിങ്ങൾ കൊടുക്കുന്ന ഡിസർട്ടേഷൻ എന്താണെന്ന് വായിച്ചു നോക്കുക പോലും ചെയ്യാതെ അംഗീകരിച്ചുകൊണ്ട് PhD കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇന്ത്യയിൽ ഒരുപാടുണ്ട്. അപ്പോൾ ഈ PhD-യുടെ ക്വാളിറ്റിയിൽ തന്നെ ഒരു വലിയ കൺസേൺ ഉണ്ട് ഇന്ത്യയിൽ വരുന്ന പല PhD-കളും. അപ്പം പല ആളുകളും
ഒരു അൺഎംപ്ലോയിഡ് ആയ ആളുകൾ ഇന്ത്യയിൽ ഈ ക്വാളിറ്റിയുടെ പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ PhDക്ക് ശേഷം അൺഎംപ്ലോയിഡ് ആയ ആളുകളുടെ എണ്ണം വളരെ അധികമാണ്. അപ്പൊ ഞാൻ എൻ്റെ ലെക്ചറിന്റെ ടൈറ്റിൽ തന്നെ വെച്ചത് ഓപ്പർച്യൂണിറ്റി ആൻഡ് ചാലഞ്ച് എന്നാണ്. അപ്പോൾ ചാലഞ്ചുകൾ നമ്മൾ പൂർണ്ണമായി പറഞ്ഞു വെക്കണം. അപ്പൊ അക്കാഡമിക്സിലേക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ജോലിയെങ്കിൽ തീർച്ചയായും അതിലൊരു വലിയ കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പം ആ രീതിയിലുള്ള ഒരു കോമ്പറ്റീഷൻ നമുക്ക് മറികടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ആവറേജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്മൾ PhDയുമായി പുറത്തിറങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ കോമ്പറ്റീഷൻ നമ്മൾ എവിടെ എത്തില്ല. ഒരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് തന്നെ അവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്, ഒരു ഗസ്റ്റ് ഫാക്കൽറ്റിയുടെ ഒരു ജോലിക്ക് ചെന്ന സമയത്ത് ഒരു 30,000 മാസ ശമ്പളമുള്ള ഒരു ജോലിക്ക് ചെന്ന സമയത്ത് 60 ആളുകളാണ് ഇന്റർവ്യൂവിനുള്ളതെന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ആവറേജ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD ചെയ്യുമ്പോൾ ഉള്ളൊരു പരിമിതി ഇതാണ്. അതേസമയം നമ്മളൊരു ഹൈ ക്വാളിറ്റി, ഇന്ന് തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റി അപ്പോയിന്റ്മെന്റ്സിനൊക്കെ അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് QS യൂണിവേഴ്സിറ്റി റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് ആയിട്ടുള്ള 500 യൂണിവേഴ്സിറ്റികളിൽ ഉള്ള ആളുകളെയാണ് അവർ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾക്ക് വലിയൊരു സാധ്യതയാണ് ഉള്ളത്. ഇനി മറ്റൊരു ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ ഇതുവരെ തുടങ്ങാത്തൊരു ട്രെൻഡാണ്. കേരളത്തിൽ ഇപ്പോൾ ലീഡിംഗ് ആയിട്ടുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളൊന്നും കേരളത്തിലില്ല. പക്ഷെ കേരളത്തിന് പുറത്ത് ഉള്ളൊരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അശോക, ഇങ്ങനെയുള്ള ഒരുപാട് ലീഡിംഗ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ കേരളത്തിന് പുറത്ത് വന്നു കഴിഞ്ഞു, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും. പിന്നെ പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഇറ്റ് ഈസ് ഗോയിങ് ടു കം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായി എഡ്യൂക്കേഷൻ സെക്ടറിൽ ഒരു വലിയ കൊമേഴ്ഷ്യലൈസേഷൻ, കച്ചവടവൽക്കരണവും വലിയ മാറ്റങ്ങളും വരാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ട്രെൻഡ് ഉണ്ടാവുന്ന സമയത്ത് ഈ ടോപ്പ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും വിദേശ യൂണിവേഴ്സിറ്റികളും ഒക്കെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് ഫോറിൻ യൂണിവേഴ്സിറ്റികളിലൊക്കെ PhD നേടിയ ആളുകളാണ്. അപ്പം നമ്മൾ ഈ കാറ്റിനൊത്ത് നമ്മൾ മൂവ് ചെയ്യുക എന്നുള്ളത് ഒരു അത്യാവശ്യമാണ്. ആ രീതിയിലാണ് ഫോറിൻ PhDയുടെ റെലവൻസ് ഞാൻ മനസ്സിലാക്കുന്നത്. പുതിയ കണക്ക് പറയുന്നത് 2040 ആകുമ്പോഴേക്കും 50% ആളുകൾ ഇന്ത്യയിൽ എന്ത് ചെയ്യും, ഹയർ എഡ്യൂക്കേഷനിൽ എൻറോൾ ചെയ്യുന്നതാണ്. പോപ്പുലേഷന്റെ നല്ലൊരു ശതമാനവും ഹയർ എഡ്യൂക്കേഷനിൽ എൻറോൾ ചെയ്യും. ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലൊക്കെ ജോലി കുറയാനുള്ള മറ്റൊരു കാരണം എൻറോൾമെന്റ് റേറ്റ് വളരെ കുറവാണ്. കുറഞ്ഞ ആളുകളെ ഹയർ എഡ്യൂക്കേഷനിൽ പോകുന്നുള്ളൂ. ബട്ട് ഇപ്പൊ സ്വാഭാവികമായി വന്നുകൊണ്ടിരിക്കുന്ന ചേഞ്ച്, ഹയർ എഡ്യൂക്കേഷനിലുള്ള എൻറോൾമെന്റിന്റെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ കൺസേൺ ആകേണ്ട, ഒരു ഗ്ലോബലി ഫ്യൂച്ചറിലേക്ക് നോക്കുന്ന സമയത്ത് തീർച്ചയായും PhDക്കാർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇന്നിപ്പം BEd എടുക്കുന്ന ആൾക്ക് പെട്ടെന്ന് ജോലി കിട്ടാൻ സൗണ്ട് കുറവുണ്ടെന്ന് പറയുന്നുണ്ട് അല്ലേ? ഓക്കെ. ഇന്നിപ്പോ PhD കഴിഞ്ഞ് BEd എടുക്കുന്ന ആൾക്കായിരിക്കും ജോലി കിട്ടാൻ എളുപ്പം. കാരണം എല്ലാവരും ഹൈസ്കൂളിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്കൂളുകളിൽ എൻറോൾ ചെയ്യുന്നുണ്ട്. ബട്ട് ഹയർ എഡ്യൂക്കേഷനിൽ എൻറോൾമെന്റ് കൂടുമ്പം സ്വാഭാവികമായും PhDക്കാർക്കുള്ള സ്കോപ്പ്, ഫ്യൂച്ചർ പ്രോസ്പെക്ടസ് വർദ്ധിക്കുകയാണ്. ഗ്ലോബലൈസേഷന്റെ ഭാഗമായും ഗ്ലോബലൈസേഷനും ഒരു വളരെ പോസിറ്റീവായ ട്രെൻഡാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ നൽകുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ ഇത്രയും ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തതാണ്. ഇനി നമുക്ക് വ്യത്യസ്തമായ PhDകളെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, PhDകൾ, വിദേശ PhDകൾ എന്ന് പറയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു മാസ്റ്റേഴ്സ് പഠിക്കുന്ന ഒരാള്, ഓക്കെ, ഇപ്പൊ ഒരാള് PG പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് PhD ചെയ്യാനുണ്ട്. അപ്പം അത് PhDക്ക് വേണ്ടി അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഇവിടെ ഫോറിൻ യൂണിവേഴ്സിറ്റികളിൽ PhDക്ക് അവർ പ്രധാനമായും പ്രതീക്ഷിക്കുന്ന വിഷയം, നമുക്ക് ഫെലോഷിപ്പോട് കൂടി PhD കിട്ടണമെന്നുണ്ടെങ്കിൽ, PhD പല രൂപത്തിലുണ്ട്, ഫെലോഷിപ്പോട് കൂടി, സ്കോളർഷിപ്പോട് കൂടി PhD കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആൾറെഡി നല്ലൊരു റിസർച്ച് പേപ്പർ നമുക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ. നമുക്ക് പബ്ലിഷ് ചെയ്ത ഒരു റിസർച്ച് പേപ്പർ ആ സബ്ജക്റ്റിൽ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുക, ഇപ്പോൾ സയൻസിലൊക്കെ ആണെങ്കിൽ നമ്മളൊരു നല്ലൊരു റിസർച്ച് ചെയ്തിരിക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് എൻ്റെ ഒരു സുഹൃത്തിന്റെ റിസർച്ച് എന്ന് പറയുന്നത് അദ്കിയ എന്ന് പറയുന്ന കിതാബിനെ ആസ്പദമാക്കിയാണ്. അപ്പോൾ ജർമ്മനിയിൽ നിന്നാണ് അദ്ദേഹം ചെയ്യുന്നത്, വിദേശ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് റിസർച്ച് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ റിസർച്ച് സൂപ്പർവൈസർ അദ്ദേഹത്തിൽ നിന്ന് കാര്യമായി നോക്കിയത്, അദ്ദേഹത്തിന്റെ PGയുടെ ഭാഗമായി അദ്കിയെ ആസ്പദമാക്കിയിട്ട് ഒരു പ്രൊജക്ട് ചെയ്തിരുന്നു. ആ പ്രൊജക്ടിനെയാണ് ഫോറിൻ സൂപ്പർവൈസർ നോക്കുന്നത്. അപ്പം ഈ രൂപത്തിൽ നമുക്കുള്ള സ്ട്രെങ്ത് എന്താണോ അതാണ് അവർ എന്ത് ചെയ്യുന്നത്, ആ വിഷയത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കാണ് നമ്മൾ എംഫസൈസ് ചെയ്യേണ്ട ഒന്നാമത്തെ ഘടകം. പിന്നെ മറ്റൊന്ന്, എങ്ങനെയാണ് ഞാൻ ഇതിന്റെ PPT, വിശദമായ PPT ഇവിടെ ഉണ്ട്, ഞാനത് ബൈ ദ എൻഡ് ഞാൻ ഷെയർ ചെയ്യാം. അപ്പം എങ്ങനെയാണ് ഇതിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട വിഷയം?
അപ്പോൾ ഒരു വിഷയം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായ ഒരു റിസർച്ച് സബ്ജക്റ്റ് ഐഡന്റിഫൈ ചെയ്യാണ്. അപ്പം സബ്ജക്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഈസ് ലൈക്ക് എ ഫോറസ്റ്റ്. ഇപ്പോൾ എൻ്റെ മേഖല മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്, മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം. ഈ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം എന്ന് പറയുന്ന വിഷയം, അല്ലെങ്കിൽ സോഷ്യോളജി എന്ന് പറയുന്ന വിഷയം, ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറയുന്ന വിഷയം, ഞാൻ ഇന്നലെ നമ്മളെ ക്ലാസ് കേട്ടിരുന്നു. നമ്മുടെ ചൈനയിൽ നിന്നുള്ള ഗവേഷണം ചെയ്യുന്ന സ്കോളർ ഇന്നലെ നടത്തിയ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പം അതിൽ പലരും ചോദിച്ച ചോദ്യമാണ് സോഷ്യോളജിയിലുള്ള ഓപ്പർച്യൂണിറ്റി എന്താണ്, ജേർണലിസത്തിലുള്ള ഓപ്പർച്യൂണിറ്റി എന്താണ്. അപ്പോൾ ഈ ഡിസിപ്ലിനുകളൊക്കെ എന്താണ്, ദേ ആർ ലൈക്ക് ഫോറസ്റ്റ്. പക്ഷെ അതിന്റെ ഉള്ളിൽ, ആ ഒരു സബ്ജക്റ്റിന്റെ ഉള്ളിൽ, ആ ഒരു ഡിസിപ്ലിന്റെ ഉള്ളിൽ ഏറ്റവും ചുരുങ്ങിയത് 200-250 ഉപശാഖകൾ ഉണ്ടാവും. അറബിയിൽ നമ്മൾ ഫൻ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ പെട്ടെന്ന് പുറത്തു നോക്കുന്ന ഒരാൾ എല്ലാവരും പഠിക്കുന്ന ഇസ്ലാമിക് സ്റ്റഡീസ് ആണെങ്കിലും അതിനുള്ളിൽ ഒരുപാട് ഉപശാഖകൾ ഉണ്ടാവും, ഏരിയകൾ ഉണ്ടാവും. ഇപ്പൊ ജേർണലിസം എന്ന് പറയുന്ന സമയത്ത് അതിനുള്ളിൽ കൾച്ചറൽ സ്റ്റഡീസ്, അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച്, സ്കൂൾ ഓഫ് തോട്ട്സ്, അങ്ങനെ ഒരുപാട് ഉപശാഖകളായി ഇത് പരന്നു കിടക്കുകയാണ്. ഇപ്പൊ വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ ഇത് തുടങ്ങുന്നത് തന്നെ സ്കൂൾ ഓഫ് തോട്ട്സ് ആണ്. നമ്മൾ പെട്ടെന്ന് കാണുന്നത് സോഷ്യോളജി എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഒരൊറ്റ വിഷയമായിട്ടാണ്. ഈ സോഷ്യോളജിക്കുള്ളിൽ തന്നെ ഏകദേശം 6-7 ഉപശാഖകളുണ്ട്, സ്കൂൾ ഓഫ് തോട്ട്സ്, മദ്ഹബുകളുണ്ട്. ജേർണലിസത്തിന്റെ ഉള്ളിൽ തന്നെ 6-7 മദ്ഹബുകളുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ വ്യത്യസ്തമായ ഏരിയകളിൽ ഓരോ പ്രോസസ്സ് എന്ത് ചെയ്യുന്നുണ്ട്, റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ചെറിയൊരു ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തതാണ്, ചെറിയൊരു എക്സാമ്പിൾ നൽകാം. ഇപ്പോൾ ഞാൻ എൻ്റെ റിസർച്ച് ചെയ്തൊരു വിഷയം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ, കേരളത്തിലുള്ള മുസ്ലിങ്ങൾ എങ്ങനെയാണ് ഡിജിറ്റൽ മീഡിയ അവരുടെ മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, ദ ഡിജിറ്റൽ മീഡിയ യൂസേജ് എമംഗ് ദ മുസ്ലിംസ് ഓഫ് കേരള. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇതൊരു മീഡിയ സ്റ്റഡീസിലുള്ള വിഷയമാണ്. അപ്പം ഇതിന് ഞാൻ ചെയ്ത വിഷയം, നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതിൽ റിസർച്ച് ചെയ്യുന്ന സ്കോളറെ ഐഡന്റിഫൈ ചെയ്യാണ്. അപ്പൊ ജേർണലിസത്തിന്റെ ഉള്ളിൽ തന്നെയുള്ള ജേർണലിസം ആൻഡ് മീഡിയ സ്റ്റഡീസ് എന്ന് പറയുന്ന വിശാല മേഖലയിലുള്ള ഒരു ഉപശാഖയാണ് ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഡിജിറ്റൽ മീഡിയക്ക് അകത്ത് തന്നെ വളരെ കുറച്ച് ആളുകളാണ് ഇസ്ലാം ആൻഡ് മീഡിയ എന്ന് പറയുന്ന മേഖലയിൽ എന്ത് ചെയ്യുന്നത്, റിസർച്ച് ചെയ്യുന്നത്. അപ്പം ഈ റിസർച്ച് ചെയ്യുന്ന ആ ഒരു ചെറിയൊരു വിഭാഗത്തിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അപ്പം ഞാൻ റിസർച്ച് ചെയ്ത സമയത്ത് കണ്ടെത്താൻ പറ്റിയത് ഏകദേശം ഒരു 10-20 ആളുകൾ ലോകം മൊത്തമായിട്ട് ഈ വിഷയത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, റിലീജിയൻ ആൻഡ് മീഡിയ എന്ന് പറയുന്നതിൽ എന്ത് ചെയ്യുന്നുണ്ട്, റിസർച്ച് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ അവരുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നമുക്ക് ലഭിക്കുക? അപ്പം ഇങ്ങനെ ഈ വിഷയത്തിൽ റിസർച്ച് ചെയ്യുന്ന സ്കോളേഴ്സിന്റെ ഡീറ്റെയിൽസ് ലഭിക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് ഗൂഗിൾ സ്കോളർ എന്ന് പറയുന്നത്. ഗൂഗിൾ സ്കോളർ ഫെമിലിയർ ആണല്ലോ അല്ലെ എല്ലാവർക്കും, ഗൂഗിൾ സ്കോളർ. ഞാൻ ഇതിന്റെ PPT ഇവിടെ വെച്ചിട്ടുണ്ട്, ഗൂഗിൾ സ്കോളർ. പിന്നെ മറ്റൊരു മേഖലയാണ് JSTOR എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഗൂഗിൾ സ്കോളർ, JSTOR, ലിങ്ക്ഡിൻ, റിസർച്ച് ഗേറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ വെബ്സൈറ്റുകൾ ഉണ്ട്. ഈ വെബ്സൈറ്റുകളിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ആ മേഖലയിൽ ആരൊക്കെയാണോ റിസർച്ച് ചെയ്യുന്നത് അവരുടെ ഒരു പൂർണ്ണമായ ഡീറ്റെയിൽസ്, ഡാറ്റ നമുക്ക് ലഭിക്കും. ഓക്കെ, പിന്നെ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഫോറിൻ യൂണിവേഴ്സിറ്റികളിൽ അപ്ലൈ ചെയ്യാനുള്ള അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് പല രീതികളിൽ യൂണിവേഴ്സിറ്റികൾ അപ്ലിക്കേഷൻ ക്ഷണിക്കും. പക്ഷെ പലപ്പോഴും ഉള്ള ഒരു ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പ്രോസർക്ക് നമ്മൾ പലപ്പോഴും ഇന്ത്യയിലെ രീതി എന്ന് പറഞ്ഞാൽ PhDക്ക് വേണ്ടി പലപ്പോഴും നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് നേരിട്ട് അപ്ലിക്കേഷനാണ് കൊടുക്കാറുള്ളത്. ഇപ്പൊ വിദേശ യൂണിവേഴ്സിറ്റികളിൽ പൊതുവെയുള്ള ട്രെൻഡ് രീതി, നമ്മൾ ഈ മേഖലയിൽ റിസർച്ച് ചെയ്യുന്ന പ്രൊഫസർക്ക് നേരിട്ട് ഇമെയിൽ ചെയ്യുക അല്ലെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക എന്നുള്ളതാണ് വിദേശ യൂണിവേഴ്സിറ്റികളിലുള്ള രീതി. ഓക്കെ, അപ്പം അവർ നമ്മളെ ടോപ്പിക് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറയുകയാണെങ്കിൽ അത് നമ്മൾ വളരെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ചില സ്ഥലങ്ങളിൽ നേരിട്ട് അപ്ലൈ ചെയ്യുന്ന രീതിയുണ്ട്. ഓക്കെ, പിന്നെ മറ്റൊന്ന്, രണ്ടാമത്തൊരു രീതി, ഇങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. മറ്റൊരു രീതി, ചില പ്രോസസ് റിസർച്ച് പ്രൊജക്റ്റുകൾ ഉണ്ടാവും, അവരുടെ കീഴിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന റിസർച്ച് പ്രൊജക്റ്റുകൾ ഉണ്ടാവും. ഏതെങ്കിലും ഒരു വിഷയമായിരിക്കും, അതിൽ അവരുടേതായ ഒരു റിസർച്ച് പ്രൊജക്റ്റ് ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന്, ഇപ്പൊ ഒരു പ്രൊഫസർക്ക് ഇന്ത്യയിലുള്ള നാച്ചുറോപ്പതിയെ കുറിച്ച് പഠിക്കാൻ 1 കോടി രൂപയുടെ ഒരു ഫണ്ട് കിട്ടുകയാണെങ്കിൽ, അപ്പം അത് അദ്ദേഹത്തിന് കിട്ടിയ ഒരു റിസർച്ച് ഫണ്ടാണ്. ആ ഫണ്ടിന്റെ പ്രൊജക്റ്റിന്റെ ഭാഗമായി നമുക്ക് പ്രവർത്തിക്കാം. അപ്പം ഈ രണ്ടാമത്തെ രൂപത്തിലുള്ള റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ റിസർച്ച് ചെയ്യുന്ന വിഷയം തീരുമാനിക്കുന്നത്. ആ റിസർച്ചിന്റെ സൂപ്പർവൈസർ ആണ് എന്ത് ചെയ്യുന്നത്,
ആ റിസർച്ചിന്റെ പൂർണ്ണമായ സ്വഭാവം തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പം ഈ രണ്ട് രൂപത്തിലുള്ള റിസർച്ചുകളാണുള്ളത്. അപ്പൊ ഈ രണ്ട് രൂപത്തിലുള്ള റിസർച്ചിന് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രാഥമികമായ രീതി ഫോറിൻ യൂണിവേഴ്സിറ്റികളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രീതിയിലുള്ള ആപ്ലിക്കേഷൻ ആണ്. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇനി ക്ലാരിഫിക്കേഷൻ നമുക്ക് ക്ലാരിഫൈ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ചോദിക്കാനുള്ളവർ കൈപൊക്കിയാൽ മതി, മൈക്ക് ഓൺ കൈപൊക്കിയാൽ മതി, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിക്കാം. ഞാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് വിഷയങ്ങളായതുകൊണ്ടാണ് നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനുള്ള വെബ്സൈറ്റുകളൊക്കെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത്, ഓരോ രാജ്യങ്ങളിലും വിദേശ രാജ്യങ്ങളിൽ PhD ചെയ്യുന്ന രീതികൾ, അതിന്റെ ശൈലികളിലൊക്കെയുള്ള മാറ്റങ്ങൾ എന്താണ്, ഫണ്ടിങ്ങിന്റെ രീതികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പൊ നമ്മൾ യൂറോപ്പ്, അമേരിക്ക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പൊതുവെ ഒരൊറ്റ കാറ്റഗറി ആയിട്ടാണ് കണക്കാക്കാറുള്ളത്. സമയം, PhD ചെയ്യാനുള്ള സമയം ഏറ്റവും കൂടുതൽ എടുക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് അമേരിക്ക, കാനഡ എന്ന് പറയുന്നത്. അമേരിക്കയിലും കാനഡയിലും സാധാരണ PhDക്ക് അവർ പറയുന്ന ഡ്യൂറേഷൻ 5 വർഷമാണ്. പക്ഷെ സാധാരണ രീതിയിൽ ഒരാൾ PhD കഴിയുമ്പോഴേക്കും 6 വർഷം വരെ എടുക്കാറുണ്ട്. 6 വർഷം മുതൽ 8 വർഷം വരെ പോകാറുണ്ട്. അപ്പം ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്ന് PhD ചെയ്യുന്നതിന്റെ ഒരു വലിയൊരു പരിമിതി ഇത് കൂടുതൽ സമയം എടുക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, പക്ഷെ അതേസമയം അതിന്റെ ക്വാളിറ്റി വളരെ അധികമാണ്. പിന്നെ മറ്റൊന്ന്, PhDക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ മിക്ക അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലും അവിടെ നമുക്ക് അധ്യാപനം നടത്താനുള്ള, അവരുടെ ഭാഷയിൽ അവർ പറയുന്നത് ടീച്ചിങ് അസിസ്റ്റൻഷിപ്പ് എന്നാണ്. ടീച്ചിങ് അസിസ്റ്റൻഷിപ്പിനുള്ള അവസരം കൊടുക്കുന്നു. അപ്പം അതിന് കൂടെ അവരുടെ ഒരു രീതി അനുസരിച്ച് പലപ്പോഴും ഫണ്ടഡ് PhD ആണെങ്കിൽ ഏകദേശം അവരുടെ ഒരു എമൗണ്ട് അനുസരിച്ച് $20,000 പെർ ഇയർ അവർ ഫണ്ട് കൊടുക്കാറുണ്ട്. അത് എല്ലാ പ്രൊജക്റ്റിനും. ഓക്കെ, അപ്പം എല്ലാ PhDക്കും പൊതുവിൽ അത് ലഭിക്കണമെന്നില്ല. ചില PhDക്ക് നമ്മൾ ഫീസ് കൊടുക്കേണ്ടി വരും. അത് നമ്മൾ ശ്രദ്ധിക്കണം, ഫീസ് ഉള്ളതാണോ ഇല്ല എന്നുള്ളത്. ഓക്കെ, അപ്പം ഇതാണ് ഇതിന്റെ ഒരു ബേസിക്കായ അമേരിക്ക ആൻഡ് കാനഡ, ഈ രണ്ട് രാജ്യങ്ങളിലുള്ള രീതി എന്ന് പറയുന്നത്. പിന്നെ കുറച്ചുകൂടി ഈസിയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. യൂറോപ്യൻ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ജർമ്മനി. ഇപ്പൊ നമ്മൾ പലപ്പോഴും നമ്മുടെ നാടൻ ഭാഷയിൽ യൂറോപ്പിനെ അമേരിക്കയൊക്കെ ഒറ്റ കാറ്റഗറി ആയിട്ട് ആണ് കാണാറുള്ളത്. പക്ഷെ അമേരിക്കയും കാനഡയും ഈ അക്കാഡമിക് ശൈലികളിൽ വളരെ വ്യത്യസ്തമായ ശൈലികളാണുള്ളത്. ഇപ്പൊ യൂറോപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് രാജ്യങ്ങൾ അതിൽ വരുന്നുണ്ട്. അപ്പൊ ജർമ്മനി, നോർവേ, പിന്നെ നോർഡിക്, ഇങ്ങനെയുള്ള ഒരുപാട് രാജ്യങ്ങൾ, ന്യൂസിലാൻഡ്, ഇങ്ങനെ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ ഒരുപാട് അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ പൊതുവിൽ 3.5 മുതൽ 4 വർഷം കൊണ്ട് PhD ചെയ്തു തീർക്കാൻ സാധിക്കും. ഇപ്പൊ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള പല യൂണിവേഴ്സിറ്റികളും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെയാണ്. ഇപ്പോൾ ഓസ്ട്രേലിയ നല്ലൊരു പുതുതായിട്ട് എമർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മേഖലയാണ്. ഓസ്ട്രേലിയയിലും നല്ല രൂപത്തിലുള്ള PhD 3 വർഷം കൊണ്ട് തന്നെ പല യൂണിവേഴ്സിറ്റികളിലും ചെയ്തു തീർക്കാൻ സാധിക്കാറുണ്ട്. ആ PhDയുടെ പ്രോസസ് 3 വർഷം കൊണ്ട് ചെയ്തു തീർക്കാൻ സാധിക്കും. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ വ്യത്യസ്ത രാജ്യങ്ങളിൽ PhD ചെയ്യാനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. മറ്റൊന്ന്, ഈ യൂറോപ്പിന് പുറത്തും ഒരുപാട് അവസരങ്ങളുണ്ട്. ഇന്നലെ ചൈനയെ കുറിച്ച് സൂചിപ്പിച്ചു. ചൈനയിലൊക്കെ തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള പല യൂണിവേഴ്സിറ്റികളും ചൈനയിലുണ്ട്. പിന്നെ മറ്റൊന്ന്, ഞാനിപ്പോൾ ഇന്നലെ കണ്ടതാണ് ഒരു ഡീറ്റെയിൽസ്. ബ്രൂണെ എന്ന് പറയുന്ന രാജ്യം, ബ്രൂണെ നമുക്ക് പരിചയമുള്ള രാജ്യമായിരിക്കും. സ്റ്റഡീസിലൊക്കെ നല്ല റിസർച്ച് അവസരങ്ങളുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പം ഗ്ലോബൽ റാങ്കിങ്ങിൽ 240-ാം റാങ്കിങ് ആണ് ബ്രൂണെ ദാറുസലാം യൂണിവേഴ്സിറ്റിക്ക് ഉള്ളത് ആഗോളാടിസ്ഥാനത്തിൽ. അപ്പോൾ ഇന്ന് ഇന്ത്യയിലൊക്കെ യൂണിവേഴ്സിറ്റികളിൽ ജോലിയൊക്കെ കൊടുക്കാൻ അവരെ പോയി നോക്കുന്ന കാര്യം QS, ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. QS എന്ന് പറയും, QS ആൻഡ് ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ. നമ്മൾ പലപ്പോഴും പരിഗണിക്കേണ്ടത് ഈ രണ്ട് റാങ്കിങ് കൊടുക്കുന്ന ഏജൻസികളാണ്, QS ആൻഡ് ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ. ഈ രണ്ട് റാങ്കിങ് അനുസരിച്ചുകൊണ്ട് ഏറ്റവും ടോപ്പായ 500-ൽ വരുന്ന യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ആളുകൾക്കാണ് എപ്പോഴും പ്രയോറിറ്റി കൊടുക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു റിപ്പോർട്ട് കണ്ടിരുന്നു, ലോകത്തിലുള്ള ടോപ്പ് 500 യൂണിവേഴ്സിറ്റികളിൽ ഇന്ത്യയിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റികൾ വരുന്നില്ല എന്നൊക്കെയുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇന്ത്യയിൽ ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ളവർക്ക് അഡ്മിഷൻ കൊടുക്കാനാണ്. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബ്രൂണയിലെ ദാറുസലാം യൂണിവേഴ്സിറ്റി അങ്ങനെയുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ മറ്റൊന്ന്, അവർക്ക് നല്ലൊരു അംഗീകാരം മൊത്തത്തിൽ ഗ്ലോബലി ലഭിച്ചിട്ടുണ്ട്. പല മേഖലയിലും വളരെ ഇന്നോവേറ്റീവായ റിസർച്ച് ആണ് എന്ത് ചെയ്യുന്നത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, ബ്രൂണൈ ദാറുസലാം യൂണിവേഴ്സിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.
പിന്നെ സൗദി ഇവിടെ ആൾറെഡി ഒരു ലെക്ചർ കഴിഞ്ഞിട്ടുണ്ട്. സൗദിയിലൊക്കെ കിങ്സ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റി ഇങ്ങനെയുള്ള ഇന്നോവേറ്റീവായ പല യൂണിവേഴ്സിറ്റികളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തുർക്കി നല്ലൊരു അവസരമുള്ള രാജ്യമാണ്. തുർക്കി, ഖത്തർ ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ. ഇപ്പോൾ ഖത്തറിൽ ഇപ്പൊ അടുത്ത് വന്നിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്, പലർക്കും അറിയാൻ മതി, അടുത്ത് വന്നിട്ടേ ഉള്ളൂ, ഹമദ് ബിൻ ഖലീഫ യൂണിവേഴ്സിറ്റി. ഖത്തറിലുള്ള ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. പക്ഷെ ഹമദ് ബിൻ ഖലീഫ യൂണിവേഴ്സിറ്റിയുടെ ഒരു പരിമിതി, അവർ ഗ്ലോബൽ റാങ്കിങ്ങിൽ അവർ വന്നിട്ടും ഇല്ല. അവരുടെ അക്രഡിറ്റേഷനിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അവരുടെ ഡിഗ്രി കഴിഞ്ഞിറങ്ങുന്ന സമയത്തുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ബട്ട് അവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, PG പ്രോഗ്രാം ചെയ്യുന്ന ആളുകൾക്ക് വരെ ഇപ്പം ഇസ്ലാമിക് സ്റ്റഡീസിൽ MA ഇൻ ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു PG പ്രോഗ്രാം ഉണ്ട് അവിടെ. അപ്പം അതുപോലെ ഡിജിറ്റൽ ഹ്യൂമാനിറ്റീസ്, ഇങ്ങനെ പല വിഷയങ്ങളിലുണ്ട്. ഏകദേശം ഒരു 70,000 വരെ അവരെന്ത് ചെയ്യുന്നുണ്ട്, 70,000 രൂപ വരെ പ്രതിമാസം അവർ ഫെലോഷിപ്പ് കൊടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ HBKയിൽ, ഈ പറഞ്ഞ ഖത്തർ യൂണിവേഴ്സിറ്റിയിൽ 1.5 ലക്ഷം രൂപയോളമാണ് അവർക്ക് ഒരു മാസം പ്രതിമാസം സ്കോളർഷിപ്പായി ഒരു PhD സ്കോളർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇതിന്റെ ഫൈനാൻഷ്യൽ സപ്പോർട്ട് എന്ന് പറയുന്ന വശമുള്ളത്. ഇപ്പം നമ്മൾ സ്വാഭാവികമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ ഫണ്ടിങ് കിട്ടാതെ PhD ഫൈനാൻഷ്യൽ വശങ്ങൾ എങ്ങനെയാണ്? അപ്പോൾ തീർച്ചയായും ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ ജീവിക്കാൻ, ഫോറിൻ കൺട്രിയിൽ ജീവിക്കാൻ ഇവർ കൊടുക്കുന്ന സ്കോളർഷിപ്പ് സഫീഷ്യന്റ് ആണ്. $1,500 ഏകദേശം ഇന്ത്യൻ മണിയിൽ 1 ലക്ഷത്തിന് മുകളിൽ വരുന്ന ഒരു എമൗണ്ട് ഉണ്ട്. ഒരു ആവറേജ് ആയ രൂപത്തിൽ ലൈഫ് ലീഡ് ചെയ്യാനുള്ള ഒരു എമൗണ്ട് എന്നുള്ള രൂപത്തിൽ ഇത് മതിയായതാണ് വിദേശ രാജ്യങ്ങളിൽ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ചില സമയത്ത് ചില യൂണിവേഴ്സിറ്റികൾ അവർ സ്കോളർഷിപ്പ് തരികയും ചെയ്യും, പക്ഷെ അതിന്റെ കൂടെ നമ്മൾ ട്യൂഷൻ ഫീസ് സെപ്പറേറ്റ് ആയി കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മൾ കുട്ടികൾക്കൊക്കെ നമ്മൾ അഡ്വൈസ് കൊടുക്കുമ്പോൾ അവരോട് പറയണം, ട്യൂഷൻ ഫീ വൈവർ ഉണ്ടോ, അല്ലെങ്കിൽ ട്യൂഷൻ ഫീ സ്കോളർഷിപ്പ് കിട്ടുകയും പിന്നെ ട്യൂഷൻ ഫീ വേറെ കൊടുക്കേണ്ടി വരികയും ചെയ്യുമോ? അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായിരിക്കും. കാരണം 1 ലക്ഷം സ്കോളർഷിപ്പ് കിട്ടുന്ന ആൾക്ക് 80,000 ട്യൂഷൻ ഫീ വരികയാണെങ്കിൽ പിന്നെ അയാൾക്ക് മന്ത്ലി സ്കോളർഷിപ്പ് ആയിട്ട് ഉണ്ടാവുക 20,000 മാത്രമായിരിക്കും. ആ 20,000 കൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ വിഷയം നമ്മൾ എന്ത് ചെയ്യണം, ട്യൂഷൻ ഫീ വൈവറും സ്കോളർഷിപ്പും രണ്ടും ഒരുമിച്ചാണോ ഉള്ളത് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ പല യൂറോപ്യൻ രാജ്യങ്ങളിലും, US ഇപ്പോൾ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, എന്നാലും ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഏകദേശം 10 മണിക്കൂറോളം ജോലിയുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള അവസരവും PhD സ്കോളേഴ്സിന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയുമാണ് വിദേശ രാജ്യങ്ങളിലുള്ള PhD കുറിച്ചുള്ള ധാരണകൾ. ഇനി ഏതൊക്കെ തരത്തിലുള്ള PhDകളാണ് ചെയ്യാൻ പറ്റുക? അപ്പം പ്രധാനമായും ഫുൾ ടൈം നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള PhDകളാണുള്ളത്. രണ്ടാമത്തത് സാൻഡ്വിച്ച് PhD എന്ന് പറയുന്ന ഒരു പുതിയ തരം PhD ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഭാഗമായി നിങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരിക്കും നിങ്ങൾ PhD ചെയ്യുന്നത്. അതിന്റെ കൂടെ 1 വർഷമോ അല്ലെങ്കിൽ ഏതാനും മാസങ്ങളോ ഏതെങ്കിലും ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ പോയി PhD ചെയ്യാമെന്നുള്ള അവസരമാണ് സാൻഡ്വിച്ച് PhD എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് IIT-കളിലൊക്കെ തന്നെ, ഡൽഹി IIT ഒക്കെ ആൾറെഡി ഇത് ചെയ്തിട്ടുണ്ട്, ഓഫർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് സാൻഡ്വിച്ച് PhDs. 2 രാജ്യങ്ങളിലായി പരന്നു കിടക്കുന്ന സാൻഡ്വിച്ച് PhDs ഓഫർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, PhDക്കുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്? PhD ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്? പൊതുവെ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ്. ഏതാണ്? മൊത്തത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് ജനറലി PhDക്കുള്ള എക്സ്പീരിയൻസ് ആയി അവർ പരിഗണിക്കുന്നത്. പോസ്റ്റ് ഗ്രാജുവേഷന്റെ കൂടെ നമ്മൾ റിസർച്ച് പബ്ലിക്കേഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ റിസർച്ച് ചെയ്യാൻ പോകുന്ന ഏരിയയിൽ ഏതെങ്കിലും തരത്തിലുള്ള എക്സ്പീരിയൻസോ എക്സ്പെർട്ടൈസോ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അവർ പ്രത്യേകം പരിഗണിക്കുന്ന ഒരു വിഷയം. ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായി ഫോറിൻ രാജ്യങ്ങളിലുള്ള ഒരു രീതിശാസ്ത്രം എന്ന് പറയുന്നത്, ആളുകൾ കുറെ കാലം വർക്ക് ചെയ്തതിനു ശേഷം PhD ചെയ്യാൻ വരുന്ന ഒരു രീതിയാണുള്ളത്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ മേഖലയിൽ നമുക്കുള്ള എക്സ്പെർട്ടൈസ് ആണ് അവർ പരിഗണിക്കുക. ഇപ്പം അറബി മലയാളത്തിന്, ഇപ്പോൾ ഒരു അറബിക്കിനെ കുറിച്ച് നടക്കുന്ന ഒരു റിസർച്ചിൽ, അറബിക് മാനുസ്ക്രിപ്റ്റിനെ കുറിച്ച് നടക്കുന്ന ഒരു റിസർച്ചിൽ അപ്പോൾ നമുക്ക് ആൾറെഡി അറബിക് ലാംഗ്വേജ് അറിയുന്ന ആളാണെങ്കിൽ തീർച്ചയായും അവിടെ നമുക്കൊരു പ്രയോറിറ്റി ലഭിക്കും. അപ്പം നമ്മൾ ഇതിന്റെ അപ്ലിക്കേഷൻ പ്രോസസ്സിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്കില്ലുകളും അവരുടെ ആവശ്യങ്ങളും തമ്മിൽ കണക്ട് ചെയ്ത് സംസാരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം. ഓക്കെ, അപ്പോൾ ഐ തിങ്ക് ക്വാളിഫിക്കേഷൻ ഞാൻ മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. മുമ്പെല്ലാം MPhil ഉള്ള ആളുകൾക്ക് ഒരു പരിഗണന കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ MPhil ഇന്ത്യയിൽ നിന്നൊക്കെ എടുത്തു കളഞ്ഞു, എന്നാലും മാസ്റ്റേഴ്സ് തന്നെ മതിയാവുന്നതാണ്. ഓക്കെ, ഒരു ബേസിക് ക്വാളിഫിക്കേഷനായി.
അപ്പോൾ സ്കോളർഷിപ്പിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പൊ ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ലിങ്ക്സ് കൊടുക്കുന്നുണ്ട്. അതിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. അപ്പം എവിടെയാണ് എത്രത്തോളം സ്കോളർഷിപ്പ് ഉണ്ട് എന്നുള്ളതൊക്കെ, എത്രത്തോളം സ്കോളർഷിപ്പ് ഉണ്ട്, അതിൽ ട്യൂഷൻ ഫീ വൈവർ ഉണ്ടോ, ഈ പറയുന്ന ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇമെയിൽ ചെയ്താൽ മതിയാവുന്നതാണ്. ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഇമെയിൽ ചെയ്യുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണമായ ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യും, ലഭിക്കുന്നതാണ്. ഓക്കെ, ഇത്രയാണ് ബേസിക് ആയിട്ടുള്ളത്. പിന്നെ അപ്ലിക്കേഷൻ പ്രോസസ്സിൽ, PhD അപ്ലിക്കേഷനിൽ എന്തൊക്കെയാണ് വേണ്ടത്? അപ്പം പൊതുവെ വേണ്ടത്, ഒന്നാമത് വേണ്ട ഒരു വിഷയം സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് എന്ന് പറയും. വളരെ ലെങ്തി ആയിട്ട് വേണ്ട, ഏകദേശം ഒരു 400 വേർഡ്സ്, 400 പേജ് അല്ല, ഒരു 400 വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1.5-2 പേജ് വരുന്ന ഒരു വിഷയം. അപ്പോൾ ഇപ്പൊ എക്സാമ്പിൾ, ഒരു പ്രൊഫസർ പറയുകയാണ്, അദ്ദേഹം കേരളത്തിന്റെ കൾച്ചറിനെ കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യയുടെ കൾച്ചറിനെ കുറിച്ച് റിസർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ നമ്മൾ കൊളാബറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ എന്തുകൊണ്ട് ഈ റിസർച്ചിന് സ്യൂട്ടബിൾ ആയ ഒരാളാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഗോൾസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, ആ ലക്ഷ്യങ്ങൾക്ക് എത്രത്തോളം ഈ റിസർച്ച് ടോപ്പിക് മാച്ച് ആവുന്നു, നിങ്ങൾ എത്രത്തോളം ഈ റിസർച്ച് ചെയ്യാൻ യോജിച്ചൊരു വ്യക്തിയാണ് എന്ന് പ്രസന്റ് ചെയ്തുകൊണ്ട് നമ്മളെ തന്നെ നമ്മൾ സെല്ല് ചെയ്തുകൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു കാര്യമാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമതുള്ളൊരു വിഷയം റിസർച്ച് പ്രൊപ്പോസലാണ്. അപ്പോൾ ഇന്ത്യയിൽ സാധാരണ പലപ്പോഴും PhDക്ക് അഡ്മിഷൻ എടുത്തതിന് ശേഷമാണ് നമ്മൾ റിസർച്ച് പ്രൊപ്പോസൽ ഉണ്ടാക്കാറുള്ളത്. ഇവിടെ ഫോറിൻ യൂണിവേഴ്സിറ്റികളിലുള്ള വ്യത്യാസം, നമ്മൾ ഒരു വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽ, അതിന്റെ ഒരു പേജിന്റെ അളവിലൊക്കെ മാറ്റം ഉണ്ടാവും. ഒരു 6 പേജ് മുതൽ ഏകദേശം 10-12 പേജ് വരെയുള്ള ഒരു കൃത്യമായ റിസർച്ച് പ്രൊപ്പോസൽ, ഏത് മേഖലയിലാണ് നമ്മൾ റിസർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഓക്കെ, അതിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഈ വിഷയങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയി പ്രതിപാദിക്കുന്ന ഒരു റിസർച്ച് പ്രൊപ്പോസലാണ് രണ്ടാമതായി ആപ്ലിക്കേഷനിൽ പലരും ചോദിക്കാറുള്ളത്. ഓക്കെ, പിന്നെ മൂന്നാമത്, ഇപ്പോൾ ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ് പോലുള്ള ലോകോത്തര യൂണിവേഴ്സിറ്റികളിൽ ബാധകമാണ്. പിന്നെ ജർമ്മനി, യൂറോപ്പ് പോലുള്ള പല യൂണിവേഴ്സിറ്റികളിലും ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് എക്സംഷൻ ഉണ്ട്. ബട്ട് പല യൂണിവേഴ്സിറ്റികളിലും ഒരു ലാംഗ്വേജ് ടെസ്റ്റ് നിർബന്ധമാണ്. ചില യൂണിവേഴ്സിറ്റികൾ IELTS നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. IELTS, TOEFL പോലുള്ള ടെസ്റ്റുകൾ നിർബന്ധമാണ്. ചിലയിടങ്ങളിൽ സയൻസ് സബ്ജക്റ്റുകളൊക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, ഈവൻ ഖത്തറിൽ പോലും GRE എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് നമ്മൾ പാസ്സാവേണ്ടതുണ്ട്. GRE പലർക്കും അറിയുന്ന വിഷയമാണ്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഈ ഒരു ടെസ്റ്റ്, ഇത് ഡിപ്പെൻസ് ആണ്. അതേസമയം ജർമ്മനി, ഇവിടെയൊക്കെ ഇതിന് എക്സംഷൻ ഉണ്ട് ലാംഗ്വേജ് ടെസ്റ്റിൽ. ഇനി IELTS ഒന്നും പാസ്സായിട്ടില്ലെങ്കിൽ ചില യൂണിവേഴ്സിറ്റികൾ അവർക്ക് വേണ്ടത് നമ്മുടെ മാസ്റ്റേഴ്സിലോ ഡിഗ്രിയിലോ ഇംഗ്ലീഷ് ഒരു മീഡിയമായി നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നതിന്റെ ഏതെങ്കിലും ഒരു റെക്കോർഡാണ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് അപ്ലൈ ചെയ്യാനുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം അതിന്റെ കൂടെ നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു വിഷയം റെക്കമെൻഡേഷൻ ലെറ്റേഴ്സ് ആണ്. ഇപ്പൊ നമ്മൾ ഇന്ത്യയിലൊക്കെ പലപ്പോഴും റെക്കമെൻഡേഷൻ ലെറ്റർ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം അപ്ലിക്കേഷൻ റിജക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഫോറിൻ യൂണിവേഴ്സിറ്റികളിൽ ചുരുങ്ങിയത് 2 റെക്കമെൻഡേഷൻ ലെറ്റർ, അവർ പലപ്പോഴും അതിന് പറയുന്ന മറ്റൊരു പേര് റെഫറി എന്നാണ്. നമ്മളുമായി പരിചയമുള്ള നമ്മൾ അധ്യാപകരോ ഇങ്ങനെ ആരെങ്കിലുമൊക്കെയാണ് റെക്കമെൻഡേഷൻ ലെറ്റർ എഴുതേണ്ടത്. അപ്പോൾ ഈ റിസർച്ച് ചെയ്യാൻ വളരെ സ്യൂട്ടബിൾ ആയ ആളാണ് ഈ വ്യക്തി എന്നൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് എഴുതുന്ന ഒരു ലെറ്ററാണ് റെക്കമെൻഡേഷൻ ലെറ്റർ. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി ഇതിന്റെ പൊതുവിൽ വിദേശ രാജ്യങ്ങളിലേക്ക് PhDക്കുള്ള റിക്വയർമെന്റ്, ആവശ്യഘടകങ്ങൾ. പിന്നെ ചിലർ ചോദിച്ചൊരു ചോദ്യമാണ് PhD കഴിഞ്ഞിട്ടുള്ള ജോലി സാധ്യതകൾ എന്താണ്. പ്രധാനമായും യൂണിവേഴ്സിറ്റികളിലാണ്, യൂണിവേഴ്സിറ്റി കോളേജ് ലെവൽ ടീച്ചിങ് ആണ് പ്രധാന യോഗ്യത. അപ്പൊ നമുക്ക് അറിയുമെന്നറിയില്ല, ഇതുവരെ അസിസ്റ്റന്റ് പ്രൊഫസർ ആകാനുള്ള യോഗ്യത പോസ്റ്റ് ഗ്രാജുവേഷൻ പ്ലസ് നെറ്റ് ആയിരുന്നു. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയും നെറ്റും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു, യൂണിവേഴ്സിറ്റിയോ കോളേജ് അധ്യാപകനാകാമായിരുന്നു. അപ്പം അതേ സമയത്ത് ഇനിയുള്ള ഒരു 2021 മുതൽ ഇന്ത്യൻ HRT വകുപ്പ് കൊണ്ടുവന്ന പുതിയ ഉത്തരവ് പ്രകാരം യൂണിവേഴ്സിറ്റി ലെവൽ അധ്യാപകനാവാനുള്ള പ്രൈമറി ക്വാളിഫിക്കേഷൻ PhD ആണ്. ഓക്കെ, അപ്പോൾ ഈ ബേസിക് ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർ യൂണിവേഴ്സിറ്റി ടീച്ചിങ്ങിന് എന്ത് ചെയ്യുന്നില്ല, അപ്പോയിന്റ് ചെയ്യുന്നില്ല. ഇതൊരു വലിയൊരു മാറ്റമാണ്, ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെയുള്ള ഒരു വലിയ മാറ്റമാണ്. ഇതുവരെ അസിസ്റ്റന്റ് പ്രൊഫസർക്ക് PhD എന്ത് ചെയ്തില്ല, നിർബന്ധമാക്കിയിരുന്നില്ല. പക്ഷെ ഇത് നിർബന്ധമാക്കുക എന്നുള്ളൊരു പുതിയ മാറ്റമാണ് വരുന്നത്. അപ്പൊ ആ രീതിയിൽ ഇതാണ് ഇതിന്റെ ഒരു വലിയ സാധ്യത.
ഇനിയിപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കരിയർ മറ്റെന്തെങ്കിലും ആണെങ്കിൽ, ഇൻഡസ്ട്രിയിൽ ജോബൊക്കെ ആണെങ്കിൽ, ഒരു പക്ഷേ PhD കൊണ്ട് എഞ്ചിനീയറിംഗിൽ എല്ലാം വളരെ സാധ്യതയുണ്ട്. അതേസമയം മറ്റ് പല വിഷയങ്ങളിലോ, ഇപ്പോൾ MBA കഴിഞ്ഞ ഒരാൾക്ക് അദ്ദേഹം ഒരു PhD ചെയ്യുന്നത് കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അപ്പൊ ചുരുക്കത്തിൽ നിങ്ങൾ അക്കാഡമിക്സിലേക്ക്, ടീച്ചിങ്സിൽ ഒരു കരിയർ ഉദ്ദേശിക്കുന്നെങ്കിൽ തീർച്ചയായും സെലക്ട് ചെയ്യാൻ പറ്റിയൊരു മേഖലയാണ് PhD എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ NGO സെക്ടർ ഇങ്ങനെയുള്ള മേഖലകളിലെല്ലാം വർക്ക് ചെയ്യാം. എന്നാലും പ്രൈമറിലി ഒരു കരിയർ എന്ന് പറയുന്നത് അക്കാഡമിക്സിലാണ്. പിന്നെ PDF എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ്. ഇതെല്ലാം വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഫെലോഷിപ്പ് എല്ലാം ലഭിക്കുന്ന ഒരു എമൗണ്ട് ആണ്, ഒരു പദ്ധതിയാണ്. അപ്പം ഇതൊക്കെയാണ് ഇതിനുള്ള അവസരങ്ങൾ. ഇനി അതേഴ്സ് അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഏകദേശം വിഷയങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ടച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ സ്ക്രീന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. സ്ക്രീൻ ഷെയറിംഗ് വർക്ക് ചെയ്യുന്നില്ലല്ലോ. ഹലോ, നോക്കാം. റെഡി അല്ലേ? ഓക്കെ ഓക്കെ റെഡി ആയിട്ടില്ലേ? ഓക്കെ, ഒരു മിനിറ്റ്. അപ്പോൾ ഞാൻ ഇവിടെ ചാറ്റ് ബോക്സ് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. ചാറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. ചാറ്റ് ബോക്സ് ഷെയർ ചെയ്തിട്ടുണ്ട്, കാണാവുന്നതാണ്. നീച്ചെ കുറച്ച് അടിയിലേക്ക് വരികയാണെങ്കിൽ എല്ലാവർക്കും കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് വിദേശ യൂണിവേഴ്സിറ്റികളിലെ പ്രൊഫസേഴ്സ് ഇവരുടെയൊക്കെ ഡീറ്റെയിൽസ് കിട്ടാൻ ഉള്ള വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലിങ്ക്ഡിൻ, റിസർച്ച് ഗേറ്റ് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപകാരപ്പെടുന്നതാണ്. ലിങ്ക്ഡിൻ, JSTOR, റിസർച്ച് ഗേറ്റ്. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം, സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നല്ലോ, ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ഞാൻ ഒന്ന് ട്രൈ ചെയ്യാം. ഞാൻ അതുകൊണ്ടായിരുന്നു ചാറ്റിൽ അടിച്ചു നോക്കിയത്. സ്ക്രീൻ കാണുന്നുണ്ടോ? ഹലോ, കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ കൊടുത്തത് നെറ്റ്വർക്കിംഗ് പർപ്പസ് ആണ്. അതിന് കൊടുക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമുകൾ ഒന്ന് ഗൂഗിൾ സ്കോളർ ആണ്. ഇപ്പോൾ ഏത് വിഷയമാണോ നമ്മൾ റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വിഷയം ഈ ഗൂഗിൾ സ്കോളർ, റിസർച്ച് ഗേറ്റ്, JSTOR ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ പോയി നമുക്ക് സെർച്ച് ചെയ്യാം. അപ്പോൾ ഉദാഹരണത്തിന് ഇസ്ലാം ആൻഡ് ഡിജിറ്റൽ മീഡിയ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എങ്കിൽ, അല്ലെങ്കിൽ ഇസ്ലാമിക് ബാങ്കിങ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ജസ്റ്റ് നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കാം. ഇസ്ലാമിക് ബാങ്കിങ് എന്നോ ഇസ്ലാമിക് ഫിനാൻസ് ഈ മേഖല നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും ഈ മേഖലയിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഓക്കെ, പിന്നെ രണ്ടാമത് റിസർച്ചേറ്റുമായി നമുക്കൊരു പ്രൊഫഷണൽ ബന്ധം നിലനിർത്താനുള്ള നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. പലരും പ്രൊഫഷണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കും. പിന്നെ പലരും ചോദിച്ചൊരു ചോദ്യമാണ് PhD അവസരങ്ങളെ കുറിച്ച് എങ്ങനെ അറിയാം. ഇന്ന് ലോകം മുഴുവൻ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ് jobs.ac.uk. ഓക്കെ, സോ ഇത് ലോകം മുഴുക്കെയുള്ള PhDയിൽ ഉണ്ടാവുന്ന വേക്കൻസികൾ, ഓപ്പർച്യൂണിറ്റികൾ ഈ പ്ലാറ്റ്ഫോം മുഖേന നമുക്ക് അറിയാൻ പറ്റും. ലോകത്ത് ഏത് രാജ്യമാണെങ്കിലും സ്കോളർഷിപ്പ് കാര്യങ്ങളൊക്കെ. മറ്റൊന്ന്
എല്ലാ ഡിസിപ്ലിനിലും, സോഷ്യോളജി ആണെങ്കിലും ആന്ത്രപ്പോളജി ആണെങ്കിലും ഇസ്ലാമിക് ഫിനാൻസ് ആണെങ്കിലും ആ ഡിസിപ്ലിനിൽ ഗവേഷണം നടത്തുന്ന സ്കോളേഴ്സിന്റെ ഒരു അസോസിയേഷൻ ഉണ്ടാവും, അവരുടെ ഒരു പ്രൊഫഷണൽ ബോഡി ഉണ്ടാവും. ആ പ്രൊഫഷണൽ ബോഡിയുടെ ഒരു വെബ്സൈറ്റ് ഉണ്ടാവും. ആ വെബ്സൈറ്റിലൂടെയും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. ഓക്കെ, സോ ഇത്രയാണ് ബേസിക് ആയിട്ട് വിഷയത്തിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ പ്രസന്റേഷൻ ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം, സമയം അനുവദിക്കുന്ന പ്രകാരം. എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള സ്ക്രീന് ഷെയർ ചെയ്യാട്ടോ. ആ സ്ക്രീൻ കാണാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഇല്ല ഇല്ല, ഓ എന്താ അറിയില്ല, എന്താ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ആ ഓക്കെ. കാണുന്നുണ്ട് ഇപ്പൊ? വരുന്നില്ല അല്ലേ? ഇല്ലല്ലോ. ഓക്കെ, നേരത്തെ 3 സൈറ്റുകൾ പറഞ്ഞില്ലേ? ഗൂഗിൾ സ്കോളർ, റിസർച്ച് ഗേറ്റ്, പിന്നെ മറ്റൊന്നും കൂടി ഉണ്ടായിരുന്നല്ലോ. JSTOR. പിന്നെ കുറെ ചോദ്യങ്ങൾ ഇൻബോക്സിലുണ്ട്. ഓക്കെ ഓക്കെ, കുറച്ച് നമ്മൾ എനിക്ക് ഒന്ന് അഡ്രസ് ചെയ്തിട്ടുണ്ടെന്ന്, പിന്നെ നമുക്ക് അഡ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ചോദ്യങ്ങളിലേക്ക് കടക്കാം, സമയം അനുവദിക്കുന്ന പ്രകാരം. ഓക്കെ, അപ്പോൾ എന്താ, ആരെങ്കിലും സ്പെസിഫിക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. സാർ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത്, ഇതുവരെയുള്ള ചെറിയൊരു കേരളത്തിൽ നിന്ന് എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളത്. ഓക്കെ ഓക്കെ, ഞാനൊരു US യൂണിവേഴ്സിറ്റി ആയിട്ടായിരുന്നു കൊളാബറേഷൻ ഉള്ളത്, യൂണിവേഴ്സിറ്റി ഓഫ് കൊളറാഡോ എന്ന് പറയുന്ന. പിന്നെ UK-ലെ ഒരു യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പം ഇവിടെ ചെയ്ത പ്രോസസ്സ് വളരെ സിമ്പിൾ ആണ്. അവർക്ക് നമ്മുടെ പ്രൊപ്പോസൽ അയച്ചു കൊടുക്കുന്നു. അപ്പോൾ അത് താല്പര്യമുള്ള ആളുകൾ, ഒരു പ്രൊഫസർ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് അവിടെ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടി. എൻ്റേതൊരു മീഡിയ സോഷ്യൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയത്. ഓക്കെ, പിന്നെ അതിനുശേഷം ഇന്ത്യയിൽ ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്നു. ഇതിന്റെ ഭാഗമായും കുറച്ച് ഫോറിൻ യൂണിവേഴ്സിറ്റികളിൽ സമാന്തരമായിട്ട് അധ്യാപനം നടത്തുകയും ചെയ്യുന്നു ഇതിന്റെ കൂടെ തന്നെ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ എനിക്ക് ആദ്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മളിത് ട്രൈ ചെയ്യുകയാണെങ്കിൽ, ലാംഗ്വേജ് ഒക്കെ നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാവുന്നതാണ്. എനിക്ക് തോന്നുന്നു ലാംഗ്വേജ് ആയിരിക്കും ഒരു പക്ഷേ നമുക്ക് പലർക്കും ഉള്ളൊരു വലിയ ചാലഞ്ച് ഹിയർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എൻ്റെ എക്സ്പീരിയൻസ് ഉള്ളത് ഇതിൽ. വെബ്സൈറ്റ് ഞാൻ എന്ത് ചെയ്യാം, സംഘാടകരായിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് മുഖേനയോ മറ്റോ ഷെയർ ചെയ്യാം. ഗേൾസിനുള്ള റിസർച്ചിനുള്ള സാധ്യതകൾ ചോദിക്കുന്നുണ്ട്. ഇസ്ലാമിക് സ്റ്റഡീസിൽ എന്നുള്ള വിഷയത്തിൽ ഇസ്ലാമിക് ജനറൽ ആണ് മൊത്തത്തിൽ. വെസ്റ്റേൺ കോണ്ടെക്സ്റ്റിൽ ഒരു ജെൻഡർ സ്പെസിഫിക് ഒന്നുമില്ല. അവിടെ ഓപ്പൺ ആണ്, എല്ലാവർക്കും പ്ലൂറൽ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ് അവിടെ ഉള്ളത്. ഓക്കെ, പിന്നെ ഹ്യൂമാനിറ്റി സബ്ജക്റ്റുകൾ ഇപ്പോ റിസർച്ചിന്റെ വിഷയത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നിട്ടുണ്ടോ? അതായത് കൊമേഴ്സ്യലൈസേഷൻ വ്യാപിച്ചത് കൊണ്ട് ഇത് വരുന്നുണ്ടോ? വളരെ പ്രസക്തമായ ചോദ്യമാണിത്. ഇഷ്ടംപോലെ സ്കോളർഷിപ്പുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഹ്യൂമാനിറ്റീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്ടംപോലെ സ്കോളർഷിപ്പുകൾ കാണാൻ പറ്റുന്നുണ്ട്. മറ്റൊന്ന്, വെസ്റ്റേൺ യൂണിവേഴ്സിറ്റികളിലുള്ള ഒരു രീതി, അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെയുള്ള പല യൂണിവേഴ്സിറ്റി, IIT-കൾ ഉൾപ്പെടെ നമുക്കിത് കാണാവുന്നതാണ്. ഇപ്പോ സയൻസ് പഠിക്കുന്ന കുട്ടിയും ഒരു ഓപ്പൺ ഇലക്റ്റീവായി കോഴ്സായി ഹ്യൂമാനിറ്റീസ് ചെയ്യണമെന്നുള്ളൊരു നിയമം ഫോറിൻ യൂണിവേഴ്സിറ്റികളിലൊക്കെ വ്യാപകമായിട്ടുണ്ട്. അപ്പം അത് അവരെ നന്നായിട്ട് സഹായിക്കും.
മറ്റൊന്ന് ഈ ഹ്യൂമാനിറ്റീസ് ഡിപ്പാർട്ട്മെന്റുകളുടെ പലപ്പോഴും റിസർച്ചിനുള്ള ഫണ്ടുകൾ വരുന്നത് റോക്ക് ഫെല്ലർ ഫൗണ്ടേഷൻ ഇങ്ങനെ തുടങ്ങിയ സന്നദ്ധ സംഘടനകളാണ് അവർക്കുള്ള ഫണ്ടുകൾ കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എന്തായാലും ഇത് ഗ്ലോബലി ഇതൊരു ട്രെൻഡാണ്. ഹ്യൂമാനിറ്റീസിനോടൊരു വിമുഖത എന്നുള്ളത് ഒരു ഗ്ലോബൽ ട്രെൻഡാണ്. എന്നാലും ഇത്തരം ഫണ്ടുകളൊക്കെ, ഫണ്ടിങ് ഓപ്പർച്യൂണിറ്റികൾ ഇഷ്ടംപോലെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ, അപ്പോൾ ചോദിച്ചൊരു ചോദ്യമാണ്, ഇസ്ലാമിക് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കഴിഞ്ഞവർക്കുള്ള സാധ്യത എന്താണ്? വാട്ട് അബൌട്ട് ദ ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ദോസ് ഹു കംപ്ലീറ്റഡ് മാസ്റ്റേഴ്സ് ഡിഗ്രീസ് ഫ്രം ഇസ്ലാമിക് യൂണിവേഴ്സിറ്റീസ് ലൈക്ക് അൽ ജാമിയ, ദാറുൽ ഹുദ? ഇവിടെ ഒരു പ്രസക്തമായ വിഷയം, ഇന്ത്യൻ ഗവൺമെന്റിന്റെ യൂണിവേഴ്സിറ്റി UGCയുടെ റെക്കഗ്നീഷൻ ആണ് അവർ കാര്യമായിട്ട് പരിഗണിക്കുക. ഓക്കെ, അപ്പോൾ ആ രൂപത്തിലുള്ള റെക്കഗ്നീഷനുള്ള ഒരു ഡിഗ്രി നമുക്ക് ഉണ്ടാവുന്നതോട് കൂടിയിട്ട്, അപ്പൊ എനിക്ക് എന്നെ പേഴ്സണലി അറിയുന്ന ആളുകളുണ്ട്, ഓപ്പണായി വരെ PG ചെയ്ത ആളുകൾ, ഫോറിൻ യൂണിവേഴ്സിറ്റികളിൽ PhD ഒക്കെ ചെയ്യുന്ന പലരെയും പരിചയമുണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ട് ഇതൊരു പ്രശ്നമായിട്ട് വരില്ല. അപ്പോൾ നമ്മുടെ ഒരു ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാം, ഇസ്ലാമിക് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് ഒരുപാട് റിസർച്ച് നടക്കുന്ന യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അപ്പം അവിടെ ഇത് എംഫസൈസ് ചെയ്തുകൊണ്ട് PhDക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഈ പാർട്ട് ടൈം PhDകളുടെ സാധ്യത? പാർട്ട് ടൈം PhD പൊതുവിൽ വെസ്റ്റേൺ കോണ്ടക്സ്റ്റിൽ നമുക്ക് പാർട്ട് ടൈം PhDകൾക്കുള്ള ഒരു പ്രശ്നം അതിന് ഫണ്ട് ലഭിക്കില്ല എന്നുള്ളതാണ്. പാർട്ട് ടൈം PhDകൾ ചെയ്യുന്ന സമയത്ത് ഒന്ന്, പിന്നെ രണ്ടാമത് ഇറ്റ് ഈസ് ടു കോസ്റ്റ്ലി ആസ് വെൽ. വിദേശ രാജ്യങ്ങളിൽ ചെയ്യുന്ന സമയത്ത് പാർട്ട് ടൈം PhDകൾ ഭയങ്കര കോസ്റ്റ്ലി ആണ്. അപ്പോൾ ഓസ്ട്രേലിയയിലൊക്കെ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. പക്ഷെ ഇന്ത്യൻ കോണ്ടക്സ്റ്റിലാണെങ്കിലും പാർട്ട് ടൈം PhD ചെയ്യുമ്പോൾ ഒരു പരിമിതി, റെഗുലർ അല്ലെങ്കിൽ പലപ്പോഴും ജോബ്സിനൊക്കെ പരിഗണിക്കുന്നില്ല എന്നുള്ളത് ഒരു പാർട്ട് ടൈം PhDയുടെ ഒരു പരിമിതിയാണ്. പാർട്ട് ടൈം PhDകൾ ചെയ്യുന്ന സമയത്തുള്ള ഒരു പരിമിതിയാണ്. ഇപ്പോൾ എല്ലാ അപ്പോയിന്റ്മെന്റിനും അവർ ചോദിക്കുന്നത് ടു ഹാവ് എ റെഗുലർ PhD എന്നുള്ളതാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയ കൺസേൺ ആണ്. കാരണം പലരും ജോലിയൊക്കെ ഉപേക്ഷിച്ച് PhD ചെയ്യാന്ന് പറഞ്ഞാൽ വെരി ഡിഫിക്കൽട്ട്, ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓപ്പർച്യൂണിറ്റീസ് ഇൻ യൂറോപ്പ്, അത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അതിനെക്കുറിച്ച്. കാരണം നമ്മളൊരു ഹ്യൂമാനിറ്റീസ് മേഖലയാണ്. അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വിശദമായി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ അതിന് ഞാൻ അവിടെ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം, QS യൂണിവേഴ്സിറ്റി റാങ്കിങ്, അത് നോക്കിക്കഴിഞ്ഞാൽ മതി. അപ്പോൾ അതിൽ നമുക്ക് കൃത്യമായ ലിസ്റ്റിംഗ് കിട്ടും. അതിലകത്ത് തന്നെ ടോപ്പ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റുകൾ എന്നും എഞ്ചിനീയറിംഗ് യൂണിവേഴ്സിറ്റികൾ എന്നും പറഞ്ഞിട്ട് സെപ്പറേറ്റ് സെക്ഷനുകൾ കൊടുക്കുന്നതാണ്. അപ്പൊ എഞ്ചിനീയറിംഗിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ടോപ്പിക്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റിസർച്ച് എത്രത്തോളം റെലവെന്റ് ആണ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ നിങ്ങൾ റിസർച്ച് ചെയ്താണ്, ആ റിസർച്ചുമായി റിലേറ്റ് തന്നെയാണോ ആ യൂണിവേഴ്സിറ്റി ചെയ്യുന്ന റിസർച്ച്, ഈ വിഷയങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പലപ്പോഴും ഔട്ട്ഡേറ്റഡ് ആയ വർക്ക് ആണെങ്കിൽ നമ്മുടെ ഒരു ഫ്യൂച്ചർ പ്രോസ്പെക്ടസിനെ അത് ബാധിക്കും. Anything else? IELTS എല്ലാ യൂണിവേഴ്സിറ്റിയിലും നിർബന്ധമൊന്നുമില്ലല്ലോ അല്ലേ? IELTS, TOEFL, ഇത് പ്രത്യേകിച്ച് അമേരിക്ക, കാനഡ, ഈ രാജ്യങ്ങളിലാണ്, ഓസ്ട്രേലിയ, ഇങ്ങനെയുള്ള രാജ്യങ്ങളിലാണ് IELTS അല്ലെങ്കിൽ TOEFL ഈ ലാംഗ്വേജ് ടെസ്റ്റ് അവർ ചോദിക്കുന്നത്. പക്ഷെ ചില സമയങ്ങളിൽ ഈ ലാംഗ്വേജ് ടെസ്റ്റ് ഇല്ലെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു ഡിഗ്രിക്കോ PGക്കോ ഇംഗ്ലീഷ് ഒരു മെയിൻ ലാംഗ്വേജ് ആയി പഠിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ടെസ്റ്റ് കൊടുത്താൽ മതിയാവും അതിന് പകരം. പിന്നെ മറ്റ് IELTSന് പകരമുള്ള മറ്റു വേറെയും ടെസ്റ്റുകൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. IDP, ഇങ്ങനെയുള്ള പല ആൾട്ടർനേറ്റീവ് ടെസ്റ്റുകളുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ വിചാരിക്കും യൂറോപ്പിലും അമേരിക്കയിലും മാത്രമല്ല, മിഡിൽ ഈസ്റ്റിൽ തന്നെ ഇല്ല, ഒമാൻ, അതുപോലെ തന്നെ ഖത്തർ, ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ വരെ യൂണിവേഴ്സിറ്റികളിൽ അപ്പോയിന്റ്മെന്റിന് വേണ്ടി IELTS ടെസ്റ്റ് ചോദിക്കുന്നുണ്ട്. അതിൽ മിനിമം 7 സ്കോർ ഉണ്ടായിരിക്കണം, 7 സ്കോർ ഉണ്ടായിരിക്കണമെന്ന് അവിടെയുള്ള യൂണിവേഴ്സിറ്റികൾ വരെ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലാംഗ്വേജ് ടെസ്റ്റിന് അത്രയും റെലവൻസ് ഉണ്ടെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്.
ഈ മാസ്റ്റേഴ്സ് വിദേശത്ത് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അപ്പോ തീർച്ചയായും അതിനുള്ളൊരു പ്രശ്നം PhD-യുടെ അത്ര തന്നെ സ്കോളർഷിപ്പുകൾ ഇല്ല എന്നുള്ളതാണ് ഒരു പരിമിതി. എന്നാലും സ്കോളർഷിപ്പ് അവസരങ്ങളുണ്ട്. പിന്നെ മറ്റൊന്ന്, PhD അപേക്ഷിച്ച് സ്കോളർഷിപ്പ് എമൗണ്ടും താരതമ്യേന കുറവായിരിക്കും. ഓക്കെ, പക്ഷെ പലപ്പോഴും മാസ്റ്റേഴ്സിനുള്ളൊരു പ്രശ്നം യൂറോപ്പ്, ഓസ്ട്രേലിയ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ട്യൂഷൻ ഫീ വളരെ അധികമാണ് എന്നുള്ളൊരു പരിമിതി ഉണ്ട്. പക്ഷെ അതേസമയം ജർമ്മനി, നോർവേ, നോർഡിക് രാജ്യങ്ങൾ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ ഇവിടെയൊക്കെ പൊതുവെ നാമമാത്രമായ ട്യൂഷൻ ഫീ ആണുള്ളത്. ചില സ്ഥലങ്ങളിൽ 0 ട്യൂഷൻ ഫീ ആണ്. അതിന്റെ കൂടെ തന്നെ സ്കോളർഷിപ്പും ലഭിക്കാനുള്ള അവസരമുണ്ട്. അപ്പൊ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ് രാജ്യങ്ങൾ: 1 ജർമ്മനി, 2 നോർവേ, പിന്നെ നോർഡിക് കൺട്രീസ്. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ ഓപ്ഷൻസ് ഉണ്ട് മാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട്. പിന്നെന്തെങ്കിലും സ്പെസിഫിക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എംഎഡ് കഴിഞ്ഞവർക്ക് PhD ചെയ്യാനുള്ള അവസരങ്ങൾ ചോദ്യം. എംഎഡ് ഞാൻ മനസ്സിലാക്കുന്നത് മാസ്റ്റേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ ആയിട്ടാണല്ലോ അത് പരിഗണിക്കുന്നത്. അതെ. അപ്പൊ തീർച്ചയായും ഇത് പറ്റുന്നതായിരിക്കും. കാരണം ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി ആണല്ലോ അവർ ചോദിക്കുന്നത്, ആ രൂപത്തിൽ പറ്റും. പിന്നെ പല ഫോറിൻ യൂണിവേഴ്സിറ്റികളും പുതിയ നിയമപ്രകാരം നമ്മൾ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ഇപ്പൊ 4 വർഷത്തെ ഡിഗ്രി എന്നുള്ളൊരു സിസ്റ്റം കൊണ്ടുവരികയാണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനും ഇത് കൊടുക്കുമെന്നാണ് പറഞ്ഞു വരുന്നത്. തീർച്ചയായും അതൊരു ഫ്യൂച്ചർ കാര്യമാണ്. പിന്നെ PG-യും PhD-യും കമ്പൈൻഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റികളും പല സ്ഥലങ്ങളിലും ഉണ്ട്. ഓക്കെ, അപ്പൊ തീർച്ചയായും ചില യൂണിവേഴ്സിറ്റികളിലെ ഈ പ്രൊഫഷണൽ സ്കില്ല് ചോദിക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അതായത് പല ആപ്ലിക്കേഷന്റെ കൂടെ പ്രൊഫഷണൽ സ്കില്ല് എന്താണെന്നുള്ള ചോദ്യമാണ്. ഈവൻ ജേർണലിസത്തിൽ തന്നെയുള്ള ചില മേഖലകളിൽ PhD ചെയ്യുന്ന സമയത്ത്, വിഷ്വൽ ടെക്നിക്സ് ഇങ്ങനെയൊക്കെ ഉള്ള മേഖലകളിൽ PhD ചെയ്യുന്ന സമയത്ത് അവർ പ്രൊഫഷണൽ ടെക്നിക്സ് ചോദിക്കാറുണ്ട്. കാരണം ഇതിന്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള വർക്ക് കൂടി ചേർന്നതായിരിക്കും അവരുടെ റിസർച്ച് എന്ന് പറയുന്നത്. ഇപ്പൊ ഹ്യൂമാനിറ്റീസിലൊക്കെ റിസർച്ച് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും ഒരു ഡിസർട്ടേഷൻ പൂർത്തിയാക്കുക എന്നുള്ളത് മാത്രമാണ് പലപ്പോഴും റിസർച്ച് വർക്ക്. അതേസമയം പല സബ്ജക്റ്റുകളിലും അത് പ്രൊഫഷണലായ ചില പ്രൊജക്റ്റുകളൊക്കെ ചെയ്തു തീർക്കൽ കൂടിയായിരിക്കും അതിന്റെ പ്രൊജക്ട് വർക്കിന്റെ ഭാഗം ഉണ്ടാവുക. അപ്പൊ നമ്മളൊരു വർക്ക് എക്സ്പീരിയൻസിന് ആ യൂണിവേഴ്സിറ്റികൾ വലിയൊരു പ്രാധാന്യം കൊടുക്കും. നിങ്ങൾ ചെയ്തിരിക്കുന്ന ഇൻഡസ്ട്രിയൽ വർക്ക് എക്സ്പീരിയൻസിനും മറ്റും അവര് വലിയ പ്രാധാന്യം കൊടുക്കും. ഇപ്പൊ IT സെക്ടറിലൊക്കെ ഒരുപാട് ആളുകൾക്ക് അങ്ങനെ ചെയ്യാറുണ്ട് PhD. അവരുടെ പ്രൊജക്റ്റുമായി റിലേറ്റഡ് ചെയ്തുകൊണ്ടുള്ള PhD പലരും ചെയ്യാറുണ്ട്. പിന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലുള്ള അവസരങ്ങൾ, സാധ്യതകൾ? അത് വിദേശ യൂണിവേഴ്സിറ്റികൾ ഹ്യൂമാനിറ്റീസ് ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ തന്നെ ഒരുപാട് അവസരങ്ങൾ ലഭിക്കും. ഇപ്പോൾ ലിറ്ററേച്ചറിന്റെ കൂടെ തന്നെ കൾച്ചറൽ തിയറി ഇങ്ങനെയുള്ള ഒരുപാട് മേഖലകളുണ്ട്. ഇതിനോടെല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് റിസർച്ച് ചെയ്യാവുന്നതാണ്. കൾച്ചറൽ തിയറി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ, ലിറ്റററി തിയറി ഇങ്ങനെയുള്ള മേഖലകളിൽ കൂടി ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾക്ക് റിസർച്ച് ചെയ്യാവുന്നതാണ്. ഒരു ബ്രോഡ് ഏരിയ, ഒരുപാട് സ്കോളേഴ്സ് വർക്ക് ചെയ്യുന്ന മേഖലയാണ്. ഇന്ത്യൻസൊക്കെ ആയിട്ടുള്ള ഒരുപാട് സ്കോളേഴ്സ് വർക്ക് ചെയ്യുന്ന മേഖലയാണ്. അപ്പൊ ഞാൻ ലെക്ചറിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഒരു ബ്രോഡ് കാറ്റഗറിയാണ്. അതിനുള്ളിൽ ഒരുപാട് ഉപവിഭാഗങ്ങളിൽ ആളുകൾ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ചില ആളുകൾ ജെൻഡർ എന്ന് പറയുന്ന ഒരൊറ്റ വിഷയം, ജെൻഡർ എന്ന് പറയുന്ന ഒരൊറ്റ മേഖലയിൽ മാത്രമായിരിക്കും ചിലരുടെ റിസർച്ച്. അപ്പൊ ഒരുപാട് ഉപവിഭാഗങ്ങൾ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്നൊരു ഹോംവർക്ക് ആ വിഷയത്തിൽ ചെയ്യേണ്ടി വരും, ഞാൻ പറഞ്ഞ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിച്ചിട്ട്. പിന്നെ ചോദ്യങ്ങൾ വന്നത് MA അറബിക്, അതുപോലെ ഇസ്ലാമിക് ഫിലോസഫി, ഇതിലൊക്കെയുള്ള PhD സ്കോപ്പുകളൊക്കെയാണ് ചോദിക്കുന്നത്. ഇസ്ലാമിക് ഫിലോസഫി തീർച്ചയായും, ഇസ്ലാമിക് ഫിലോസഫിയിൽ ഒരുപാട് ഉപവിഭാഗങ്ങൾ, ഇപ്പൊ സൂഫിസത്തിലൊക്കെ ഒരുപാട് റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ലണ്ടനിലുള്ള ഒരു ഇർഫാൻ അലവി എന്ന് പറയുന്ന ഒരു പ്രൊഫസർ, അവരൊക്കെ ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ, ഇസ്ലാമിക് ഫിലോസഫി എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് എ ഫോറസ്റ്റ്. ആ ഒരു ഫോറസ്റ്റിനുള്ളിൽ ഏത് ഭാഗത്തെയാണ് നമ്മൾ ടച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കാരണം ഇസ്ലാമിക് ഫിലോസഫി അത്രയും ബ്രോഡായ ഒരു കാര്യമാണ്. അതിൽ ഏത് വിഷയത്തെയാണ് നിങ്ങൾ സ്പെസിഫിക്കലി ഉദ്ദേശിക്കുന്നത്? ആ ഫിലോസഫിക്കുള്ളിൽ
ഏത് ഭാഗത്തെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു ധാരണ ഉണ്ടാവുന്നത് ഉപകാരപ്രദമായിരിക്കും. പിന്നെ വെസ്റ്റേൺ ഇസ്ലാമിക് വേൾഡിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റികൾ ഈ വിഷയത്തിൽ ഒരു ഭയങ്കര ഹോപ്പാണ്. കാരണം പല ഇസ്ലാമിക് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റിനെ അറബ് രാജ്യങ്ങളിലൊക്കെ ഉള്ള പല യൂണിവേഴ്സിറ്റികളും നന്നായി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇസ്ലാമിക് സ്റ്റഡീസിനെ. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഖത്തർ യൂണിവേഴ്സിറ്റി, അഹമ്മദ് ബിൻ ഖലീഫ യൂണിവേഴ്സിറ്റി, അവർ ഏറ്റവും അധികം സ്കോളർഷിപ്പ് കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഇസ്ലാമിക് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പം ഇത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബ്രൂണെ ദാറുസലാം യൂണിവേഴ്സിറ്റി, അവിടെയും ഈ മേഖലയിൽ കൃത്യമായ അവസരങ്ങളുണ്ട്. നമ്മൾ പി ജിക്ക് ചെയ്ത ഡിസർട്ടേഷൻ വർക്ക് പ്രൊപ്പോസൽ ആയി കൊടുക്കാൻ പറ്റുമെന്നൊരു ചോദ്യം PhD ക്ക്. ഇല്ല, പൊതുവിൽ റിസർച്ചിനെ കുറിച്ച് പറയുന്ന ഒരു വിഷയം നമ്മൾ മുമ്പ് ചെയ്തൊരു വർക്ക് ഉപയോഗിക്കരുത് എന്നുള്ളത് അതിന്റെ ഒരു എത്തിക്കലായ കാര്യമാണ്. എവിടെയെങ്കിലും നമ്മൾ സബ്മിറ്റ് ചെയ്തൊരു വർക്ക്, കാരണം നമ്മളൊരു ഡിസർട്ടേഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ ആദ്യം എഴുതുന്ന ഒരു വാക്കെന്ന് പറയുന്നത്, ആദ്യം എഴുതുന്ന സെന്റൻസ് ഐ ഹാവ് നോട്ട് യൂസ് ദിസ് വർക്ക് ഫോർ എനി ഡിഗ്രി ഓർ അതർ പർപ്പസ്. പക്ഷേ നമുക്ക് ചെയ്യാവുന്ന വിഷയം ആ ഡിസർട്ടേഷനിൽ നിന്ന് നമുക്ക് ഉരുത്തിരിഞ്ഞു വന്ന നമ്മുടെ കുറെ ധാരണകൾ ഉണ്ടാവും. ഇപ്പൊ പൊതുവിൽ മാസ്റ്റേഴ്സ് ഡിസർട്ടേഷൻ എന്ന് പറയുമ്പോൾ വളരെ പരിമിതമായ കാര്യങ്ങൾ മാത്രമാണ് അതിൽ എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ അതിന്റെ ഒരു തുടർച്ചയാണ് നമ്മൾ PhD-യിൽ എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, സൂചിപ്പിക്കാവുന്നതാണ്. മാസ്റ്റേഴ്സ് ഡിസർട്ടേഷനിൽ ഞാൻ ഈ മേഖലയെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിരുന്നു, ബട്ട് അതിനൊരു വിശാലമായ രൂപത്തിൽ ഒന്ന് കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് എന്ത് ചെയ്യാം, സൂചിപ്പിക്കാവുന്നതാണ്. പിന്നെ ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇതുപോലെയുള്ള എഞ്ചിനീയറിംഗ് മേഖലകളിൽ അവിടെ ഇതിന്റെ സാധ്യതകൾ എങ്ങനെയാണ്? അത് പ്രൈവറ്റ് ആയിട്ട് ഈ ഫണ്ടഡ് ഇതിലല്ല വരുന്നത്, ഫണ്ടഡ് PhD-കളിലല്ല വരുന്നത്? തീർച്ചയായും. ഇപ്പൊ ഞാനൊരു ഹ്യൂമാനിറ്റീസ് ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാകുമ്പോൾ മീഡിയ ബാക്ക്ഗ്രൗണ്ട് കൃത്യമായ ധാരണ അല്ല, പക്ഷെ എൻ്റെ ഒരു മനസ്സിലാക്കിയത് പ്രകാരം പല വിദേശ യൂണിവേഴ്സിറ്റികളിലും എഞ്ചിനീയറിംഗിന് മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്. അവരുടെ ഫോക്കസ് എഞ്ചിനീയറിംഗ് മാത്രമാണ്. ഈവൻ ചൈനയിൽ വരെ അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പം അത്തരം യൂണിവേഴ്സിറ്റികൾ നമ്മൾ ടച്ച് ചെയ്യുകയാണെങ്കിൽ, എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ ഒരു വലിയ സാധ്യതയായിരിക്കും ഈ വിഷയത്തിൽ മാത്രം എക്സ്പ്ലോർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ. ഇപ്പൊ പെട്രോളിയം, എനിക്ക് പരിചയമുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികൾ US-ലേക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. പെട്രോളിയത്തിൽ മാത്രം റിസർച്ച് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ, അവരുടെ റിസർച്ചിന്റെ ഓൺലി ഫോക്കസ് ആ യൂണിവേഴ്സിറ്റി പെട്രോളിയത്തിനെ കുറിച്ച് മാത്രമുള്ള റിസർച്ചാണ് ചെയ്യുക. അതെ. പിന്നെ ഈ ഒരു റെലവൻസ്, PhD റെലവൻസ് ഒരു ഭാഗമല്ലേ? നമ്മളിപ്പോ ഒരു 5 വർഷം എടുത്ത് ചെയ്യുന്ന ഒരു വിഷയം ആ 5 വർഷം കഴിയുമ്പോഴേക്ക് അതിന്റെ റെലവൻസ് നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ഒരു സബ്ജക്ട് ആവരുതല്ലോ. അത് ഉസ്താദ് ഇപ്പൊ പറഞ്ഞൊരു പോയിന്റ്, കഴിഞ്ഞ ദിവസം ഞങ്ങള് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ കുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ആവർത്തിച്ച് പറഞ്ഞൊരു വിഷയം ഇതാണ്. ഇപ്പോ ഈ പല ആളുകളും അന്ന് ഞങ്ങളുടെ ഇന്റർവ്യൂവിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അവതരിപ്പിച്ചൊരു ടോപ്പിക് ഇതായിരുന്നു, ഓൺലൈൻ സിനിമകൾ. ഇപ്പൊ ഒരു പുതിയ ട്രെൻഡാണ്, ലോക്ക്ഡൌൺ സമയത്ത് തുടങ്ങിയൊരു ട്രെൻഡാണ് ഓൺലൈനായി സിനിമ അവതരിപ്പിക്കുക. അപ്പോൾ ഇതുവരെ തിയേറ്ററിൽ പോയിട്ടായിരുന്നു ആളുകൾ സിനിമ കണ്ടത്. അപ്പോൾ ഇത് കാണുമ്പോൾ കേൾക്കുന്ന എല്ലാവർക്കും ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആണ്. പക്ഷെ ഈ വ്യക്തി റിസർച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ ടോപ്പിക്കിന്റെ റെലവൻസ് ഒരു പക്ഷേ നഷ്ടപ്പെട്ടിരിക്കും. ഞാൻ എന്റെ PhD ചെയ്യാൻ വിചാരിച്ചൊരു വിഷയമായിരുന്നു ISIS. നമുക്ക് എല്ലാവർക്കും അറിയാം ISIS എന്ന് പറയുന്നത് കുറെ വർഷങ്ങൾക്ക് മുമ്പ്, 4-5 വർഷം മുമ്പൊക്കെ അന്നൊരു ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു PhD തുടങ്ങുന്ന സമയത്തൊക്കെ. അപ്പൊ ISIS എങ്ങനെയാണ് ഡിജിറ്റൽ മീഡിയ ഉപയോഗിക്കുന്നത്, കാര്യങ്ങളൊക്കെ. അതേസമയം ഇപ്പൊ നമ്മൾ ഒരാളോട് ISIS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ജസ്റ്റ് തല ചൊറിയേണ്ടി വരും, എന്താണ് ISIS എന്ന് പറയുന്നത്. ഇനി ഒരു 3-4 വർഷം കഴിയുമ്പോൾ ആളുകൾക്ക് എന്താണ് ആ ടോപ്പിക് എന്ന് പോലും എന്ത് ചെയ്യില്ല, ഓർമ്മ ഉണ്ടാവില്ല. അപ്പോ ഇതൊരു ഉസ്താദ് സൂചിപ്പിച്ചത് വളരെ റെലവന്റ് ആയ ഒരു വിഷയമാണ്. അപ്പം അത്രയും ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ അതിന്റെ ഒരു പ്രസക്തി നമ്മൾ നോക്കേണ്ടതുണ്ട്. സാറ് വാട്സപ്പ് നമ്പർ കിട്ടുമോന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇതിൽ മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഒരാൾക്ക് മാത്രമാണ് മെസ്സേജ് പോകുന്നത്. അത് എവരിവൺ ആക്കിയാൽ മതി. അതായത് അവിടെ പ്രൈവറ്റ്ലി എന്നല്ല ഉണ്ടാവുക, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സെൻഡ് ടു എന്നുള്ള പ്രൈവറ്റ്ലി എന്നുള്ള ക്ലിക്ക് ചെയ്ത് അവിടെ എവരിവൺ. എവരിവൺ ഇൻ മീറ്റിംഗ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇപ്പൊ ലിങ്കുകൾ വന്നിട്ടുണ്ടാവല്ലോ അല്ലെ? നമ്മൾ അയച്ച നേരത്തെ പറഞ്ഞ ലിങ്കുകൾ
ലിങ്ക്ഡിൻ വന്നു. ഗൂഗിൾ സ്കോളർ ഇതൊക്കെ വന്നിട്ടുണ്ട്. ആ ആ ആ ജസ്റ്റ് ഒരു മിനിറ്റ്, മറ്റേ ലിങ്ക് കൂടി ഇതിന്റെ കൂടെ ഷെയർ ചെയ്യാം. ഓക്കെ. ഒരു മിനിറ്റ്, ജസ്റ്റ് മറ്റേത് കൂടി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ യൂസ്ഫുൾ ആയിരിക്കും. സോറി, ഞാനത് നമ്പറും ഇമെയിൽ ഐ ഡി. അതെ തീർച്ചയായും അയക്കാം. അപ്പൊ എല്ലാവരും പെട്ടെന്ന് കോപ്പി ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു അല്ലെ? കാരണം അപ്പൊ എല്ലാവരും ഇത് ലിങ്കുകൾ കാണുന്ന ആളുകൾ പെട്ടെന്ന് അത് എഴുതിയെടുക്കുക അല്ലെ കോപ്പി ചെയ്തു. കാരണം നമ്മളെ മീറ്റിംഗ് അവസാനിക്കുന്നതോട് കൂടിയിട്ട് നഷ്ടപ്പെട്ടു പോകുമല്ലോ. സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. അതെ അതെ. ഇപ്പൊ ഞാൻ 2 ലിങ്കുകൾ അയച്ചിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ ലിങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. jobs.ac.uk. PhD ആയിട്ട് ബന്ധപ്പെട്ട ലോകത്ത് എവിടെ അവസരം ഉണ്ടെങ്കിലും അതിനെക്കുറിച്ച് അറിയാൻ പറ്റുന്ന ഒരു ലിങ്കാണ്. നമ്പർ ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്, നമ്പർ കാണാം. അപ്പോ ഡീറ്റെയിൽസ് അവിടെ ലഭ്യമാണ് കേട്ടോ. എല്ലാ ഡീറ്റെയിൽസും ഇവിടെ അയച്ചിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. പിന്നെ എന്ത് ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യുന്നതാണ്.